ഗൾഫ് നാടുകളിലെ വേനൽക്കാലം എപ്പോഴും നിശ്ചലമായ ഒരു ചൂടുകാലമല്ല, മറിച്ച് പ്രവാസികളുടെ ജീവിത താളത്തെയും കുടുംബ ബജറ്റുകളെയും യാത്രാ പദ്ധതികളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന അനേകം മാറ്റങ്ങളുടെ കാലഘട്ടം കൂടിയാണ്. ജൂലൈ മാസത്തിലെ കൊടും ചൂടിൽ വെന്തുരുകിയ UAE നിവാസികൾക്ക് ഓഗസ്റ്റ് മാസം പിറന്നത് പ്രതീക്ഷകളുടെയും ചില മുൻകരുതലുകളുടെയും സമ്മിശ്രമായ സന്ദേശങ്ങളോടെയാണ്. ഒരു വശത്ത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന അപ്രതീക്ഷിതമായ വേനൽമഴ ആശ്വാസം പകരുമ്പോൾ, മറുവശത്ത് ഇന്ധനവില വർധനവും അന്താരാഷ്ട്ര യാത്രാ തടസ്സങ്ങളും പ്രവാസി കുടുംബങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കാലാവസ്ഥയിലെ അപൂർവ പ്രതിഭാസങ്ങൾ മുതൽ പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭം വരെയുള്ള വിശേഷങ്ങളിലൂടെ ഓഗസ്റ്റിലെ UAE പ്രവാസ ജീവിതം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മരുഭൂമിയിലെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ സാധാരണയായി സഹിക്കാവുന്ന ചൂടിന്റെയും ഉയർന്ന ഈർപ്പത്തിന്റെയും കാലമാണ്. തീരദേശങ്ങളിൽ താപനില 44 ഡിഗ്രി സെൽഷ്യസും ഉൾപ്രദേശങ്ങളിൽ 48 ഡിഗ്രി സെൽഷ്യസും വരെ ഉയരുമ്പോൾ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നേരിടുന്നത് വലിയ പ്രയാസങ്ങളാണ്. എന്നാൽ ഈ കടുത്ത ചൂടിനിടയിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച വരെ മഴയ്ക്കും മേഘാവൃതമായ അന്തരീക്ഷത്തിനും സാധ്യതയുണ്ടെന്ന വാർത്ത ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പുറത്തുവിട്ടത്. ഫുജേറ, റാസൽ ഖൈമ, അലൈൻ തുടങ്ങിയ പർവ്വത മേഖലകളിലും തീരദേശങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന മഴ പ്രവാസികൾക്ക് ചെറിയൊരു ആശ്വാസമല്ല നൽകുന്നത്. സമുദ്രോപരിതലത്തിലെ താപനില വ്യതിയാനവുമായി ബന്ധപ്പെട്ട് എൽനീനോ പ്രതിഭാസമാണ് വേനൽക്കാലത്ത് UAE അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ തോത് ഗണ്യമായി വർദ്ധിക്കാൻ കാരണമായത്. രാത്രികാലങ്ങളിൽ ഈർപ്പം കൂടുന്നതിനോടൊപ്പം ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷം മേഘാവൃതമാവുകയും മലയോര മേഖലകളിൽ മഴ പെയ്യുകയും ചെയ്യുന്നു. സാധാരണയായി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കടുത്ത വേനലിൽ ഇത്തരം ചെറുമഴകൾ പോലും ജോലിസ്ഥലത്തും വീടുകളിലും കഴിയുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് മാനസികമായും ശാരീരികമായും വലിയൊരു ആശ്വാസമായി മാറുകയാണ്. കാലാവസ്ഥ തണുപ്പൻ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ധനവില വർധനവ് സാധാരണക്കാരായ വാഹന ഉടമകൾക്കും കുടുംബങ്ങൾക്കും വലിയൊരു സാമ്പത്തിക പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിലുണ്ടായ ചലനങ്ങളെ തുടർന്ന് UAE ഫ്യൂവൽ പ്രൈസ് കമ്മിറ്റി എല്ലാ മാസവും അവസാനത്തോടെ ഇന്ധന നിരക്കുകൾ പുതുക്കാറുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ പെട്രോൾ ഡീസൽ വിലകളിൽ ലിറ്ററിന് 20 ഫിൽസ് വരെയാണ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.60 ദിർഹമായും സ്പെഷ്യൽ 95 പെട്രോളിന് 3.49 ദിർഹമായും ഉയർന്നു. E+ പെട്രോളിന് 3.41 ദിർഹവും ഡീസലിന് 3.60 ദിർഹവുമാണ് പുതിയ വില. പശ്ചിമേഷ്യൻ മേഖലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങളും അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ഭൗമ രാഷ്ട്രീയ നിലപാടുകളുമാണ് അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും അതുവഴി പ്രാദേശിക ഇന്ധന വിലയെയും സ്വാധീനിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ചെറിയ രീതിയിൽ വില കുറഞ്ഞെങ്കിലും വീണ്ടും നിരക്ക് ഉയർന്നതോടെ ദിനംപ്രതി ജോലി സ്ഥലത്തേക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾ തങ്ങളുടെ മാസ ബജറ്റിൽ പുനഃപരിശോധന നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. കാർ പൂളിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും പൊതുഗതാഗതത്തെ കൂടുതൽ ആശ്രയിക്കാനും പലരും മുന്നോട്ട് വരുന്നത് ഈ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ്. രാജ്യാന്തര തലത്തിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം വ്യോമയാന മേഖലയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ദുബായിലേക്കും തിരിച്ചുമുള്ള സർവീസുകളിൽ എയർ ഫ്രാൻസ്, KLM, എയർ അസ്താന തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. ചില സർവീസുകൾ ഓഗസ്റ്റ് അവസാനം വരെയും മറ്റു ചിലവ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലേക്കുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അവധിക്കാലത്തിന് ശേഷം നാട്ടിൽ നിന്ന് തിരികെ വരാനും മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും പദ്ധതിയിട്ടിരുന്ന പ്രവാസികളിൽ ഇത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും UAEയുടെ ദേശീയ വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇതിഹാദും തങ്ങളുടെ സർവീസുകൾ തടസ്സമില്ലാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മലയാളി കുടുംബങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും തദ്ദേശീയ വിമാന കമ്പനികളുടെ ഈ സ്ഥിരത യാത്രാ ആസൂത്രണം കൂടുതൽ സുഗമമാക്കുന്നുണ്ട്. ചെലവുകളും യാത്രാ തടസ്സങ്ങളും ഒരു വശത്ത് നിൽക്കുമ്പോഴും ആഘോഷങ്ങളുടെയും ഷോപ്പിംഗിന്റെയും കാര്യത്തിൽ UAEയിലെ ഓഗസ്റ്റ് മാസം ഒട്ടും പിന്നിലല്ല. വേനലവധി ആഘോഷമാക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ദുബായ് സമ്മർ സർപ്രൈസസിന്റെ ഭാഗമായ ഓഫറുകൾ ഓഗസ്റ്റ് 30 വരെ തുടരും. വൻ വിലക്കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്ന ഷോപ്പിംഗ് മേളകളും പ്രമുഖ റെസ്റ്റോറന്റുകൾ പങ്കെടുക്കുന്ന സമ്മർ റെസ്റ്റോറന്റ് വീക്കുമെല്ലാം നഗരത്തിന് ഉത്സവ പ്രതീതിയാണ് നൽകിയത്. ഇതുകൂടാതെ നാദൽ ഷബ ഗാർഡൻസിൽ ഓഗസ്റ്റ് 19 പ്രവർത്തനം ആരംഭിക്കുന്ന ഗ്രാൻഡ് കമ്മ്യൂണിറ്റി മോൾ പ്രദേശവാസികൾക്ക് പുതിയൊരു ഷോപ്പിംഗ് അനുഭവമായി മാറും. ഇതിനൊപ്പം പ്രവാസികൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നബിദിനം പ്രമാണിച്ചുള്ള പൊതു അവധിക്കാണ്. ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ചയാണ് നബിദിനം പ്രതീക്ഷിക്കപ്പെടുന്നത്. മാസപ്പിറവി ദൃശ്യമാകുന്നതിനനുസരിച്ച് തീയതിയിൽ മാറ്റങ്ങൾ വരാമെങ്കിലും UAEയുടെ പൊതു അവധി നിയമം അനുസരിച്ച് ചൊവ്വാഴ്ചത്തെ അവധി ഓഗസ്റ്റ് 24 തിങ്കളാഴ്ചയിലേക്ക് മാറ്റി നൽകിയാൽ വാരാന്ത്യത്തോടൊപ്പം ഒരു ലോങ് വീക്കെൻഡ് ആസ്വദിക്കാൻ ജീവനക്കാർക്ക് അവസരം ലഭിക്കും. തീവ്രമായ വേനലവധിയുടെ ദിനങ്ങൾ പൂർത്തിയാക്കി കുരുന്നുകൾ വീണ്ടും സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തുന്നതും ഈ മാസത്തിന്റെ അവസാനത്തോടെയാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പുതിയ അക്കാദമിക് കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 25-നാണ് രാജ്യത്തെ ഭൂരിഭാഗം സ്കൂളുകളും തുറന്ന് പ്രവർത്തിക്കുക. പുതിയ പുസ്തകങ്ങളും യൂണിഫോമുകളും വാങ്ങുന്നതിന്റെ തിരക്കുകളിലേക്ക് കുടുംബങ്ങൾ കടക്കുമ്പോൾ UAEയിലെ പ്രവാസി ജീവിതം വീണ്ടും ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ ദിനചര്യകളിലേക്ക് സജീവമായി മടങ്ങിയെത്തുകയാണ്.
കടുത്ത കാലാവസ്ഥയ്ക്കും സാമ്പത്തിക വെല്ലുവിളികൾക്കുമിടയിലും പുതിയ മാറ്റങ്ങളെയും അവസരങ്ങളെയും പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന പ്രവാസി സമൂഹത്തിന്റെ അതിജീവന മനോഭാവമാണ് ഓഗസ്റ്റ് മാസത്തിലെ UAE കാഴ്ചകളിൽ പ്രതിഫലിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.